ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നതായ വിഷയം പ്രിയ അലാൻഡ്ര ഓൾറെഡി വാക്യത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. So the topic I wanted to talk to you today, Alandra has already shared it in her memory verse. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. Psalm 23 verse 4. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. Yea, though I walk through the valley of the shadow of death, I will fear no evil, for you are with me. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ മരണത്തെക്കുറിച്ചും മരണനിഴലിനെക്കുറിച്ചും വളരെ ആഴമായി സംസാരിച്ചു. Last time I spoke to you, I talked about death and the valley of the shadow of death in more detail. ഇന്നും ആ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And so today alone I wanted to talk about that as well. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നതിനോട് ക്ഷമിക്കുക. ദീർഘവർഷങ്ങൾക്ക് മുൻപ് 23-ാം സങ്കീർത്തനം പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ നൽകി. ഈ 4-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. And so forgive me if I'm being repetitive, but many years ago when I started studying on Psalm 23, as I got to verse 4 and I was studying it. മരണനിഴലിൻ താഴ്വരയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ മരണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. If you need to understand what the valley of the shadow of death is, you need to know what death is. പക്ഷേ അതുകൊണ്ട് ഒരു ദൈവദാസൻ ഞായറാഴ്ച സഭായോഗത്തിന് എഴുന്നേറ്റ് നിന്ന് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ that is inappropriate എന്ന് കരുതുന്ന അനേക വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. But there are many believers in our midst who believe that if a pastor comes up on a Sunday and talks about death, it would be inappropriate. നമുക്ക് കേൾക്കാൻ ഇഷ്ടം ജീവനെക്കുറിച്ചാണ്, നമുക്ക് കേൾക്കാൻ ഇഷ്ടം ഉണർവിനെക്കുറിച്ചാണ്, നമുക്ക് കേൾക്കാൻ ഇഷ്ടം ആരാധനയെക്കുറിച്ചാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണം. ഒന്ന്, കർത്താവിൻ്റെ കാഹളം ഇന്ന് മുഴങ്ങിയാൽ ഞാൻ എൻ്റെ കർത്താവിനോടായിരിക്കുമെന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, മരണമെന്ന് പറയുന്നത് അവർക്കും ഇവർക്കും സംഭവിക്കുന്നതല്ല. ഇന്ന് ഭവനത്തിൽ ഞാൻ ജീവനയോടെ എത്തിയുമെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ലെങ്കിലും എനിക്കുറപ്പുണ്ട്, ഞാൻ മരിച്ചാൽ ആ നിമിഷം എൻ്റെ കർത്താവിനോടുകൂടി ഞാൻ ചേർക്കപ്പെടും. We are people that like to hear about life. We like to hear about blessing and worship and revival. But there are 2 facts of life that I wanted to tell you. One fact is that at any moment, the second coming of the Lord may happen and we have to be ready. And the second fact I wanted to tell you, at any moment, we can face death and be with our Savior. And so those 2 things we have to keep in mind. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ലോകമനുഷ്യനും ദൈവഭക്തനും മരിക്കും. പക്ഷെങ്കിൽ ദൈവഭക്തനൊരു വ്യത്യാസമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവൻ നിത്യത മുതൽ നിത്യത വരെയുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഉയരങ്ങളിലേക്ക് പറന്നു പോകുകയാണ്. And so both, if the Lord's coming tarries, both the earthly man and the spiritual man will die. But the difference between the spiritual man is that when he dies, he will go to a place from eternity to eternity and dwell with the Lord forever. മരണത്തെക്കുറിച്ച് വലിയ ഗൗരവമില്ലാതെ ലോകം മുൻപോട്ട് നീങ്ങുമ്പോഴാണ് വളരെ നിഷ്പക്ഷമായി ഡോക്ടർ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഭിഷഗ്വരൻ ഒരു പുസ്തകം എഴുതിയത്, ലൈഫ് ആഫ്റ്റർ ലൈഫ്. And so a great author named Raymond Moody wrote a book on life after life in a time period where people were not giving much heed to the concept of death. 1975 പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ലോകമെമ്പാടും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ളതായ ഒരു ചിന്തകൾക്ക് വിസ്ഫോടനം ഒരുക്കുകയുണ്ടായി. And he wrote a great commentary on death and life after death in 1975 and published it as a book. ലോകമെമ്പാടും കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് 13 മില്യൺ ബുക്സ് ആണ്, ഇതിന്റെ കോപ്പികളാണ് ലോകമെങ്ങും വിറ്റഴിഞ്ഞത്. And so the amount of books sold on this life after life book was over 13 million copies. അതിന്റെ ആ സ്വാധീനം കേരളത്തിൽ വന്നു. 1981 ഡോക്ടർ മുരളി കൃഷ്ണ എന്ന് പറയുന്നതായ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ, അദ്ദേഹം കേരള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ഡയറക്ടറായിട്ട് വിരമിച്ച ഒരു വ്യക്തിയാണ്. And so the influence of that book even in the 1980s reached India. ഒരു മതങ്ങളെയും അടിസ്ഥാനമാക്കാതെ നിഷ്പക്ഷമായ എഴുതിയതായ ആ പുസ്തകത്തിൽ മരണാനന്തര ജീവിതമുണ്ടെന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ. And through experiences, not holding on to any specific religion, this man was able to write this book proving that there is a life after death. ഡോക്ടർ റെയ്മണ്ട് മൂഡി അദ്ദേഹം എഴുതിയതായ പുസ്തകത്തിന്റെ ആധാരം എന്ന് പറയുന്നത്
മരണത്തിന് ശേഷം മടങ്ങി വന്നവരും മരണാസന്നരുമായ നിരവധി രോഗികളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അത് അപഗ്രഥനം നടത്തി ആ പുസ്തകം എഴുതുവാൻ കൊണ്ടുവടയായത്. And Dr. Raymond Moody wrote his book based on people who've had near-death experiences or terminally ill or those who have died and come back to life. അല്പസമയം മരണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I wanted to share with you a few moments on this concept of death. എന്തുകൊണ്ട് ഞാൻ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു? Why am I preaching about death? മരണമല്ല, മരണനിഴലിൻ താഴ്വരയാണ് എൻ്റെ വിഷയം. It's not death, but my actual topic is the shadow, valley of the shadow of death. എന്നാൽ മരണനിഴലിൻ താഴ്വരയെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ എന്താണ് മരണമെന്ന് നമുക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയണം. But to understand death truly, we need to know what is the valley of the shadow of death. നാം ഈ വാക്യം വായിക്കുമ്പോൾ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. We read this verse 4, even though I walk through the valley of the shadow of death, I will fear no evil. എബ്രായ ഭാഷയിൽ രണ്ട് പദങ്ങളുണ്ട്. In the Hebrew language there are two words. ആദ്യത്തെ പദം സാൽമുത്ത്, And the first word is salut. അതിൻ്റെ അർത്ഥം കനത്ത നിഴൽ അല്ലെങ്കിൽ കുറ്റാക്കൂരിരുൾ. And so the meaning of that is depth, a deep shadow or deep darkness. രണ്ടാമത്തെ പദം സാൽമാവേത്ത്, അതായത് മരണനിഴൽ അല്ലെങ്കിൽ ഷാഡോ ഓഫ് ഡെത്ത്. And the second phrase means shadow of death. യഥാർത്ഥത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായ എബ്രായ പദം സാൽമുത്ത് എന്നാണ്, അല്ലെങ്കിൽ ഡാർക്കസ്റ്റ് വാലി, അതായത് കൂരിരുൾ താഴ്വര. And so the true Hebrew word used in Psalm 23 translates out to the darkest shadow or the darkest valley. ന്യൂ ഇന്റർനാഷണൽ വേർഷൻ തുടങ്ങിയതായ ചില ബൈബിളിൽ ആ ഒറിജിനൽ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. In the NIV version they're using that original Hebrew text, that Hebrew phrase. എന്നാൽ KJV തുടങ്ങിയതായ വേർഷനുകളിൽ നാം വായിക്കുന്നത് valley of the shadow of death. But when you look at translations like KJV, they use the valley of the shadow of death. Darkest valley എന്നുള്ളതായ ആ പദം എങ്ങനെ മരണനിഴലിൻ താഴ്വരയായിട്ട് 23-ാം സങ്കീർത്തനത്തിൽ മാറുവാൻ തക്കവണ്ണമായി? How did the phrase like the darkest valley become the valley of the shadow of death? അതിന് വ്യക്തമായ കാരണമുണ്ട്. There's a specific reason for that. The Psalms and their meaning today എന്നതായ പുസ്തകത്തിൽ ബൈബിൾ സ്കോളർ ആയിരുന്ന സാമുവേൽ ടെറിയൻ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. In the book The Signs and Their Meaning, there's an explanation to that. കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. And so in the darkest valley there's only darkness there. ഇസ്രായേലിൽ മരണനിഴലിൻ താഴ്വര എന്ന് പറയുന്നത് അവിടെ ഇരുട്ട് മാത്രമല്ലേ ഉള്ളത്. And so in Israel where there's the valley of the shadow of death, it's not just darkness. നട്ടുച്ച നേരത്തും സൂര്യന്റെ ആ ശക്തമായ കിരണങ്ങൾ എത്തിപ്പെടാത്തതായ ഒരു സ്ഥാനമാണ് ഈ കൂരിരുൾ താഴ്വര. And this dark valley of the shadow of death is a place where even in the hottest day at noontime the sun cannot reach into that valley. അതുകൊണ്ട് കൂരിരുൾ താഴ്വര എന്ന് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാം. And so we can call it the valley of darkness. പക്ഷേ അതേ സമയം തന്നെ ഈ കൂരിരുൾ താഴ്വരയുടെ രണ്ടു വശത്തും ആഴമേറിയ കൊക്കകളാണുള്ളത്. ആഴമേറിയ So on either side of this valley are very deep ravines. പിന്നെ അത് മാത്രമല്ല, ഇരുവശത്തും പൊന്തക്കാടുകളിൽ ഏത് നിമിഷവും അതിലെ കടന്നു പോകുന്ന ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ കടിച്ചെടുത്തുകൊണ്ട് പോകുവാൻ ഒരുങ്ങി തയ്യാറാക്കി ഇരിക്കുന്നതായ ദുഷ്ടമൃഗങ്ങൾ ഇരുവശത്തുമുണ്ട്. And there are wild animals ready to pick off deer or gazelle as they're passing through this valley. അപ്പോൾ ഈ താഴ്വര എന്ന് പറയുന്നത് കൂരിരുൾ താഴ്വരയല്ല, മരണനിഴലിൻ താഴ്വരയാണ്. അങ്ങനെയാണ് ഈ കൂരിരുൾ താഴ്വര വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്ന് പിൽക്കാല പരിഭാഷകളിൽ മാറ്റുവാനിടയായത്. So that's why this is known not just as the valley of darkness, but later on translated to the valley of the shadow of death. പ്രിയ ദൈവജനം, ഇനി ഞാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. Dear children of God, as I go into the next matter, please understand carefully. മരണവും മരണനിഴലിൻ താഴ്വരയും തമ്മിലുള്ള അതിരിന് ഒരു തലമുടി നാരിഴ മാത്രമേ തിക്നെസ് ഉള്ളൂ. And there's only a very slight hairline difference between the valley of shadow of death and actual death. ഞാൻ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ മരണനിഴലിൻ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ
ഇടയനോടുള്ള അനുസരണത്തിൽ നിന്നില്ലെങ്കിൽ, ആ അനുസരണത്തിൽ നിന്ന് ഒരു നിമിഷം വ്യതിചലിച്ചാൽ ആ മരണനിഴലിൻ താഴ്വര ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരണ താഴ്വരയായി മാറുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. So even if I walk in the grace of the Lord, as I go through the valley of the shadow of death, if I'm not walking in obedience to the shepherd who is leading his flock, that valley of shadow of death could be a valley of death for me. ദൈവസഭയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുസരണത്തിൽ, ദൈവകൃപയിൽ, ഇടയനോടുള്ളതായ വിധേയത്വത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മരണനിഴലിൻ താഴ്വര നാളെ ഒരുപക്ഷേ മരണ താഴ്വരയായി മാറാം. If you are not, there's no point simply saying I come and worship the Lord in church, but if you are not walking in the grace of the Lord in obedience, today or tomorrow that valley of shadow of death could be the valley of death for you. എങ്ങനെയാണ് ഈ മരണനിഴലിൻ താഴ്വര മരണ താഴ്വരയായി മാറുന്നത്? How does this shadow of death become the valley of death? പാതയുടെ ഇരുവശവും കൂരിരുട്ടിൽ പതിയിരിക്കുന്ന മരണം. And there's death waiting in the quiet corners of this valley. ഈ ഇരുളിനിടയിൽ അപകടകരമായ ആ യാത്രയിൽ നിന്ന് മടങ്ങിപ്പോകുവാനോ, ആട്ടിൻ കൂട്ടത്തിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യുവാനോ ഒരു ആട്, ഈ ആട്ടിൻ കൂട്ടത്തിലെ ഒരാട് ഒരുങ്ങിയാൽ ഒന്നുകിൽ വന്യമൃഗങ്ങളുടെ വായിൽ ചെന്നുപെടും. If a lamb decides that it's going to wander from the rest of the flock and travel through this valley of darkness, it's going to run into wild animals. അല്ലെങ്കിൽ കാൽ വഴുതി മലയുടെ ഉയരങ്ങളിൽ നിന്നും അഗാധമായ കൊക്കകളിലേക്ക് വീണ് ശരീരം ചിന്നിച്ചതറുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. And if it's not caught by wild animals, the other option it has that it can slip and damage itself and hurt itself and kill itself on the rocks of the mountains. അതുമല്ലെങ്കിൽ ആടുകളെ അറുത്തു തൂക്കി വിറ്റ് കാശാക്കുന്ന ആട് മോഷ്ടാക്കളുടെ വലയിൽ അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. Or the other option is that this lamb can fall into the hand of thieves who will sell it on the market. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നീ ഇടയന്റെ അനുസരണത്തിന് വിധേയമാകാതെ അനുസരണക്കേട് കാണിച്ച് മറ്റ് നിന്റെ സ്വന്തമായ ചിന്തകൾക്കനുസരണമായി മുൻപോട്ട് പോകുകയാണെങ്കിൽ ഇതിലേത് അനുഭവമാണെങ്കിലും ഒരു കാര്യം സുനിശ്ചിതമാണ്, മരണം സുനിശ്ചിതം. And so, dear children, if you decide to be disobedient to the will of the shepherd and go your own way, whatever way of death it is, death is a sure option for you. മരണനിഴലിൻ താഴ്വര മരണത്താഴ്വരയായി മാറിയ അനേകരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. We have many stories of those whose valley of the shadow of death has become a valley of death for them. അവരുടെ ഹൃദയഭേദകമായ നിലവിളികൾ ഇന്നും അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. And their cries are still echoing in our heart today. പള്ളിയെയും പട്ടക്കാരെയും സ്വന്തക്കാരെയും വിട്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കെട്ടുകളെ പൊട്ടിച്ച് സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ച് എൻ്റെ ക്രിസ്തീയ ജീവിതം ദുഷ്ടമൃഗത്തിൻ്റെ വായിൽ പെട്ടുപോയല്ലോ കർത്താവേ എന്ന് നിലവിളിക്കുന്ന ആയിരങ്ങളുടെ നിലവിളി അന്തരീക്ഷത്തിൽ ഇന്നും വരെ ഉയരുന്നുണ്ട്. And to this day the cries of those who have left all the traditional things, but yet when they went out to follow Jesus and they fell apart, those cries are still in the skies. അതിപുരാതനമായ പള്ളിയിലെ അതിപുരാതനമായ കുടുംബത്തിന്റെ കുടുംബക്കല്ലറയിൽ അന്തസ്സായി അന്ത്യവിശ്രമം കൊള്ളേണ്ട എന്നെ വിളിച്ചിറക്കിയിട്ട് കർത്താവേ നീ എന്നെ വഴിയാധാരമാക്കിയല്ലോ എന്ന് നിലവിളിക്കുന്നവരുടെ നിലവിളി നമുക്ക് കേൾക്കാം. There are people who are crying out, I should have died and been buried in my family's traditional grave, but Lord, I left everything to follow you and now I'm left alone on the road. വിളിച്ചിറക്കിയതെന്നുള്ളത് സത്യമാണ്, അതുകൊണ്ട് മാത്രം എല്ലാം ശരിയാകുമെന്ന് നാം ആരും ചിന്തിക്കരുത്. And we should never think that everything is okay just because we left everything and went. ദുഷ്ടമൃഗത്തിന്റെ വായിൽ ഞാൻ പെട്ടിരിക്കുകയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ നല്ല ഇടയനെ അതിൽ കുറ്റപ്പെടുത്തരുത്. And if you think you are caught in the teeth of a wild animal, do not blame the good shepherd. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ കൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ദൈവത്തോട് നല്ല ഇടയനോടുള്ള അനുസരണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ദോഷം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കല്ല, ആ ഉയരങ്ങളിൽ ഇരിക്കുന്ന നല്ല ഇടയനാണ്. And dear children of God, if you are caught in the teeth of that animal, you don't need to worry about anything. The full responsibility is in the hands of the shepherd on high. എന്നാൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ട് സ്വന്തം ബുദ്ധിക്കും സ്വന്തം ഹിതത്തിനും സ്വന്തം വിവേകത്തിലും ഊന്നി നിനക്ക് അനുസരണക്കേട് കാണിച്ച് യാത്ര തുടർന്നാൽ
അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സകല കഷ്ടങ്ങൾക്കും സകല ഭവിഷ്യത്തുകളും കാരണക്കാരൻ നല്ല ഇടയിലല്ല ഞാനും നീയുമാണെന്ന് ഈ പകൽക്കാലം ഓർത്തിരിക്കണം. But understand that if you decide to walk your own way in a way of disobedience and stubborn against the will of the shepherd, everything that happens to you, the evil that happens into your life is not because of the shepherd, it's because of your own issues. ഞാൻ ഇത്രയൊക്കെ ശക്തമായി പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തമായി ഹേമിക്കുന്നത് കൊണ്ടാണ്. And I'm saying this strongly because the Spirit of the Lord is urging me to. ഈ ഇൻഅപ്രോപ്രിയേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള സംസാരം. ഈ വാക്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പഠനം പൂർത്തിയാക്കിയിട്ട് ഒരു ഫയലിൽ ഞാൻ മടക്കി വെച്ചു, അതിൽ മുദ്രയിട്ടു. ഈ ജീവിതകാലത്ത് ഒരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല തീരുമാനമെടുത്ത വ്യക്തിയാണ്. I am someone, when I prepared the message and my study on the concept of death, I had put it into a file and put it away and said, I'm not going to preach about this again. പക്ഷെങ്കിൽ ആ മെസ്സേജ് തന്നെ സംസാരിക്കുവാൻ ചില പാതകളിലൂടെ ദൈവം എന്നെ നടത്തി. But to open that back up, God had to lead me through several paths. എന്താണ് മരണം? What is death? നമ്മുടെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഒരു ദൈവദാസന്മാരും ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നുവരെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. In our Pentecostal movement, I've not heard very many servants of God preach about this. ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്ന 15-20 മിനിറ്റാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. We only hear about death in the 15-20 minutes in a funeral service. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പലരും ഭയത്തോടെ ഭീതിയോടെ മരണഭീതിയോടാണ് ജീവിക്കുന്നത്. And so because of that, many believers are living in fear of death. എന്താണ് മരണം? What is death? ഫ്രഞ്ച് ദമ്പതികളായ ശാസ്ത്രജ്ഞനായിരുന്നു പിയറി ക്യൂറിയും മേരി ക്യൂറിയും. And there was a French couple commonly known as the Curie couple. അവർ അസാധാരണക്കാരായ ദമ്പതികളായിരുന്നു. And so they were a very unique couple. അവർ രണ്ടുപേരും ശാസ്ത്രജ്ഞരാണ്. And they're both very well-known philosophers. In 1898 ആ വർഷം അവർ രണ്ടുപേരും കൂടെ പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചു. And so in 1898 they discovered a radioactive material. പൊളോണിയം എന്ന് പറയുന്നത് a rare and highly radioactive metal ആണ്. And polonium is known as a very rare and radioactive metal. 1903 ആ വർഷം ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ഈ ദമ്പതികൾ രണ്ടുപേരും സ്വന്തമാക്കി. And so in 1903 this couple received the Nobel Prize in physics. In 1911 ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് ലഭിച്ചതായ നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ അത് മേരി ക്യൂറി സ്വന്തമാക്കി. And so Marie Curie received in 1911 a Nobel Prize in chemistry for the first time. പക്ഷേ in 1906 അവരുടെ ജീവിതത്തിൽ വളരെ വേദനാജനകമായ ഒരു സംഭവം നടന്നു. But in 1906 a very tragic situation happened in their life. പാരീസിലെ ഒരു തെരുവീതിയിൽ വെച്ച് ശാസ്ത്രജ്ഞനായ പിയറി ക്യൂറി അപകടത്തിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. And so her husband in 1906 on a Paris road died in a car accident. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭാര്യ മേരി ക്യൂറി തന്റെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തി. And so after she came home after his funeral service, she wrote this in her diary. അവർ അദ്ദേഹത്തിന്റെ കുഴിമാടം മൂടി. They have covered his grave. അതിന്മേൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. And they have sprinkled flowers on his grave. പിയറി എന്നേക്കുമായി ഈ മണ്ണിൽ ഉറങ്ങുന്നു. And now my husband is forever asleep in the ground. ഇവിടെ എല്ലാം അവസാനിക്കുന്നു. എല്ലാം Everything is finished here. പ്രത്യാശയില്ലാത്തവർക്ക് എല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നു. For those who live without hope, everything is ending there. എന്നാൽ പ്രത്യാശയോടുകൂടി ഈ ഭൂമിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ച ഒരു ഭക്തന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. You want to hear the words of a man who lived with hope from Kerala. മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ ആ ഭക്തൻ തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ അവസാന നിർദ്ദേശപ്രകാരമായിരുന്നു. And so as he realized that death was approaching, he said these words to his beloved people around him. എൻ്റെ കല്ലറയിൽ ഇപ്രകാരം രേഖപ്പെടുത്തണം. Please write on my gravestone. ഇടയാറന്മുള മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മൺകൂടാരം. This is the home of this man of God. ആത്മാവ് നക്ഷത്ര ഗോപുരങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു. My spirit has gone beyond the galaxy to meet my creator. എൻ്റെ കർത്താവിന്റെ വരവിൽ ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. And so I will see you all again when the second coming is happening.
മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് മനസ്സിലായി മരണത്തിന്റെ തണുത്ത കരങ്ങൾ തന്റെ കാലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. And so after a few hours he realized that feeling of death coming up from his feet into his hands. ഭക്തിപൂർവ്വം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഭക്തൻ ഈ ഭൂമിയിലെ തന്റെ അവസാനത്തെ വാക്കുകൾ പറഞ്ഞു, ഇതാണോ മരണം, സാരമില്ല. And so as death was closing on him, his final words were, is this death? It is okay. മറ്റൊരു ഭക്തൻ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see another man of God in the New Testament. ഞാൻ വാക്യം വായിക്കുന്നില്ലെങ്കിൽ 2 തീമോഥെയോസ് 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. And so it's from 2 Timothy chapter 4 verses 6 through 8. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി I'm ഒഴിക്കപ്പെടുന്നു. being poured out as a drink offering. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. And the time of my departure is at hand. ഞാൻ നല്ല പോർ പൊരുതു, I fought the good fight. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. I finished the race. I've kept the faith. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. Finally, there's laid up for me the crown of righteousness. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. Which the Lord, the righteous judge, will give to me on that day, and not only to me, but also to all who have loved his appearing. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കിങ്കരന്മാർ പൗലോസിന്റെ ശിരസ്സ് ഛേദിക്കുവാൻ അവരുടെ വാൾ മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. As the soldiers of Nero were sharpening their swords to cut off the head of Paul, the great man of God Paul is saying, I have fought the good fight, I have finished the race, I have kept the faith, there is now laid up for me a crown of righteousness. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ 21-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ ഈ മരണത്തെക്കുറിച്ച്, മരണനിഴലിൻ താഴ്വരയെക്കുറിച്ച് മനസ്സിലാക്കാൻ മരണത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. And so many years ago when I was studying on Psalm 23 and then I came to verse 4 about the valley of the shadow of death, I realized this is something I really need to study. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നെ ആ പഠനത്തിലേക്ക് നയിക്കുകയായിരുന്നു. And so the Holy Spirit was guiding me deep into that study. പക്ഷേ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന പഠിക്കുവാൻ നിർദ്ദേശം നൽകുന്ന വിഷയങ്ങൾ തരുമ്പോൾ പലപ്പോഴും ചില പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഞാൻ അറിയാതെ സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഒരുക്കാറുണ്ടായിരുന്നു. And so as I'm studying this very spiritual matter, many times the Holy Spirit would prepare for me very practical things in front of me to learn from this. ഞാനിങ്ങനെ മരണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ പാസ്റ്ററൽ എഡ്യൂക്കേഷൻ്റെ ഒരു കോഴ്സിന് ചേരുവാൻ വളരെ യാദർച്ഛികമായിട്ടൊരു അവസരം എനിക്ക് ഒരുക്കുകയുണ്ടായി. And so as I was studying about this concept of the shadow of death, very coincidentally I was also enrolled in a clinical pastoral education class here in a hospital. പ്രിയ ദൈവജനമേ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തെ ദൈവം അടിമുടി മാറ്റിമറിച്ചതായ ദിവസങ്ങളായിരുന്നു ഓരോ ദിവസങ്ങളും. And so let me tell you, dear children of God, those were days but my life was turned upside down. 12-ലധികം രോഗികളുടെ അവസാന നിമിഷങ്ങളിൽ അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും മിനിസ്റ്റർ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗ്ഗം എന്നെ ബലപ്പെടുത്തി. And so God gave me the grace to minister to those who were terminally ill. ആദ്യത്തേത് ഞാൻ അത് അതായത് അർദ്ധരാത്രിയിലാണ് ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നത്, എത്രയും വേഗം മരണം, ഒരു രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. And so while I was in the hospital, I received a message that said, please come quickly, someone is on the verge of death. ഞാൻ അവിടെ കുതിച്ചെത്തി. And so I quickly went to that room. ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ചാർട്ട് ഞാൻ പരിശോധിച്ചു. And so before I went into that room, I looked at that patient's medical chart. ഏതാണ്ട് 55 വയസ്സ് പ്രായമുള്ള ഒരു രോഗിയാണ്. And he's a terminally ill man. ക്യാൻസർ രോഗിയാണ്. He is dying of cancer. ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ മരണം കണ്ടിട്ടില്ല. And so as I was looking at his background, I sat there and prayed and said, dear God, I've never seen death in my life. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് എന്ത് പറയണമെന്നോ അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്നോ എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. Dear God, I've never talked to someone who is dying or comforted those who are experiencing a loved one dying. I don't know what to say, but I trust in your grace. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ കൈകാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരുന്നു. And so as I came into that room, my hands were trembling. എൻ്റെ ചുണ്ടുകളൊക്കെ വരളുന്നത് പോലെ തോന്നി. And so I felt that I was getting tense. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ അസ്ഥിപഞ്ജരം പോലെ അവിടെ കിടക്കുകയാണ്. And I can see on this bed a man lying there like a skeleton.
അടുത്തൊരു ആ മനുഷ്യന്റെ മാതാവ് ഏതാണ്ട് 80-ലേറെ വയസ്സ് പ്രായമുണ്ട്. And so next to this dying man, I can see his elderly mom sitting by his bedside. അവിടെ ഒരു ഫ്രോസൺ ഐസ് ബ്ലോക്ക് പോലെ ആ അമ്മ ഇവിടെ നിൽക്കുകയാണ്. And that mother is standing there very frozen, not moving. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയുടെ ഇളയ സഹോദരിയും അവിടെ നിൽപ്പുണ്ട്. And so that dying young man's sister is also standing there. ഞാൻ വളരെ വല്ലാതൊരു നെർവസ് ആകുന്നത് പോലെ എനിക്കൊരു തോന്നൽ. And I was just feeling very nervous as I came into that room. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസ്ഥയാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുൻപിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. And because this is the first time in my life walking into a room where someone is actively dying. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മാതാവിനും സഹോദരിക്കും സമാധാനം നൽകുവാൻ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. And so I prayed there that God would give his peace to that mother and sister. ആ സമയത്ത് ആ ഒരു അനസ്തെറ്റിസ്റ്റ് ആ റൂമിലേക്ക് കടന്നു വന്നു. So at that time the anesthesiologist came into the room. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ അമ്മയോട് പറഞ്ഞു, And so when he walked into the room, he talked to that mother. മാം, നിങ്ങളുടെ മകൻ തൻ്റെ അവസാനത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. And so he said to that mother, dear one, your son is now beginning his final journey. അവൻ്റെ വേദന എത്രയും കുറയ്ക്കുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോകുകയാണ്. And so I want to reduce his pain during this time, so I'm going to give him some morphine. ഈ മോർഫിൻ ഞാൻ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ ഒരിക്കലും ഒരു മടങ്ങി വരവുണ്ടാകത്തില്ല. And just know that once I give him this morphine, there is no turning back and he's not coming back. അതുകൊണ്ട് ഇത് അവസാന അവസരമാണ് നിന്റെ മകനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയുക. So this is the time before I give this medication to say your final goodbye to him. ആ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. And I will never forget that situation in my life. പ്രിയ സഹോദരന്മാരെ, സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ജീവിതമാകുന്ന ക്രിക്കറ്റ് ക്രീസിൽ നിന്നുകൊണ്ട് ഒരു സെഞ്ചുറി പൂർത്തിയാക്കാമെന്ന വ്യാമോഹത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഓർക്കുക, പലരോടും ഒരുപക്ഷെ അന്ത്യയാത്ര, ഒരു ഫൈനൽ ഗുഡ് ബൈ പറയേണ്ടതായ അവസരങ്ങൾ ഈ ഭൂമിയിൽ വെച്ചുണ്ടാകും. And many times do you think that you're going to sit here with great plans and visions in your head? Are you going to even get a chance to say a final goodbye? മരണത്തെക്കുറിച്ചുള്ളതായ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സകലരെയും പോലെ മരണഭയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, മരണഭയത്തെ എന്നേക്കുമായി എൻ്റെ ഉള്ളിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം വലിച്ചെറിഞ്ഞു. And when I was studying this, I had the fear of death in my life. But after I studied this, meditated and worshiped, that fear of death was forever removed from me. ആ പഠനത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കൂടി ഞാൻ ഈ ലോകത്തിന്റെ താൽക്കാലികതയും ഒന്നുമില്ലായ്മയും സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. And through that study, God taught me about the vanity of this life. ഒരു കാര്യം നാം ഓർക്കുക, ഈ ഭൂമിയിൽ നമുക്ക് എന്നും നിലനിൽക്കുവാൻ കഴിയുകയില്ല. And know that we will not be here forever on this earth. ദൈവകൃപ പ്രാപിച്ചവർ അവരുടെ ജീവിതം വലിച്ചു നീട്ടാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. And we cannot extend our life as long as we can. അവൻ ഒരു ഭക്തന്റെ ഉള്ളിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. There is a prayer in the life of every saint. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ തക്കോണമിടയാകും. And his prayer is, as the deer pants for the water brooks, so my soul pants for you. When can I come into your presence, O Lord? മലയാള ഭാഷയിൽ മരണത്തെക്കുറിച്ച് മനോഹരമായി കവിതകൾ എഴുതിയ നിരവധി കവികളുണ്ട്. There's many poets who have written poetry on death in the Malayalam language. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള മനോഹരമായൊരു കവിത മരണത്തെ ഉള്ളതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. And there's a great poet in Kerala who has written on death in its literal form in a great poetry line. എന്നാൽ എന്നെ ഏറ്റവും സ്പർശിച്ച കവിത മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ കവിതയാണ്. ആ കവിത ഞാനൊന്ന് ഇവിടെ ഒന്ന് പാരായണം ചെയ്യാൻ, ചില വരികൾ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. And so I wanted to share a few lines of this woman's poetry on death. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും
അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയൊന്നിതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ ഒരു ദിവസം മരണമെന്ന അതിർത്തിയിൽ എല്ലാം വിട്ട് കളഞ്ഞിട്ട് വെറും കൈയായിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. There is a day coming, no matter how much you accumulate in your hand in this world, there's a day coming that you will leave this world with empty hands. ഈ ലോകത്തിലെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളുമെല്ലാം വാരിക്കൂട്ടുവാൻ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് പറയാം, നമ്മുടെ ആവശ്യങ്ങളുണ്ട്, ആരുടെയും മുമ്പിൽ കൈ നീട്ടുവാൻ പാടില്ല, കഠിനാധ്വാനം ചെയ്യണം. പക്ഷെങ്കിൽ ജീവിതം മുഴുവനും ഈ ലോകത്തിന് വേണ്ടി ഹോമിക്കുവാൻ നാം ആരും തയ്യാറാകരുത്. ഒരു പുനർചിന്തനത്തിന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അത് ചിന്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. And so I'm not saying that we should not work in this world because we need to work and gain things to live, but we should not think that and waste our life running after the things of this world. And if that is you, you need a renewal of your mind this morning. മലയാളിയായ ഒരു പിതാവിനെ എനിക്കറിയാം. I know a Malayali father. വളരെ കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാണ്. He is a very hardworking man. അദ്ദേഹം ഒരു സ്പെഷ്യൽ സർവീസ് ജോലി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം വോളണ്ടറി റിസൈൻ ചെയ്തു. അദ്ദേഹം ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. And so he worked a high-ranking job in the special service and then came and retired and came to this country. 2-3 ജോലി ചെയ്ത് എത്രയും പരമാവധി സമ്പാദിച്ചു കൂട്ടുവാനുള്ളതായ ത്വരയിലായിരുന്നു അദ്ദേഹം. And so he was in this great toil to work 2-3 jobs to accumulate as much as he can. ഉണ്ണുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എന്തിനാ അച്ചായ എങ്ങനെ അധ്വാനിക്കുന്നു ചോദിച്ചാൽ അച്ചായന് പറയാനുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിച്ചൊരു നിലയിലാക്കണം. And so he's working day and night, not eating, not sleeping. And if you ask him, he'll say, why are you working so much? He said, I want to get my children educated and on their own. ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിലെത്തി. And so those children reached a good status. പക്ഷേ ഈ അച്ചായന്റെ ശൈലി മാറിയില്ല, പിന്നെയും അങ്ങ് അധ്വാനിച്ചങ്ങ് കൂട്ടുകയാണ്. But even after this man is continuing to work and accumulate. കേരളത്തിലുടനീളം ഏലത്തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, കുരുമുളക് തോട്ടങ്ങൾ എല്ലാം വാങ്ങിച്ചങ്ങ് കൂട്ടി. And so he started buying plantations, rubber or cardamom plantations in Kerala. ഇന്ന് 85 വയസ്സുണ്ട്. Now in his elderly age. അദ്ദേഹം ശരീരം ക്ഷീണിച്ചു, വയ്യ, തളർന്നു. And now he's tired and crippled and fatigued. ഇഷ്ടംപോലെ സ്വത്തുക്കൾ എത്രയുണ്ടെന്ന് അച്ചായന് തന്നെ അറിയത്തില്ല. And so he himself does not know how much wealth he has accumulated. മക്കൾ പറഞ്ഞു, പപ്പായും മമ്മിയും സമ്പാദിച്ച ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചു. And his children have told him, everything that you've accumulated, we don't want it, you keep it for yourself. ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി വന്ന് ഈ എല്ലാം മറന്ന് എവിടെയോ വിദൂരതയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പിതാവിന്ന്. And so this father is in a position where he's just looking off into the distance. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി വന്ന് ചോദിക്കും, അച്ചായ പത്തനംതിട്ടയിലുള്ള നമ്മുടെ റബ്ബർ തോട്ടമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? And so this lady will come and ask him and say, we have a rubber plantation, what should we do with it? അച്ചായന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആരെങ്കിലും കൊണ്ടുപോക്കോട്ടെ. And so his answer to his wife is, let anyone take it. കാഞ്ഞിരപ്പള്ളിയിലുള്ള 100 കണക്കിന് ഏക്കറുകൾ നിറഞ്ഞ ഒരു ഏലത്തോട്ടമുണ്ട്. അച്ചായ എന്തുവാ നമ്മൾ ചെയ്യുന്നത്? And the wife will ask her husband again, we have hundreds of acres of cardamom plantation, what are we going to do with it? അച്ചായന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ആരെങ്കിലും കൊണ്ടുപോട്ടെ. And so his answer to her is, let anyone take it. സകല സമ്പാദ്യങ്ങളും ചോദിക്കും, അച്ചായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അച്ചായൻ പറയുന്നത്, ആരെങ്കിലും കൊണ്ടുപോകട്ടെ. And so with any wealth questions, she'll come and ask him and he'll say, let anyone take it. പ്രിയ ദൈവജനമേ, ആ പിതാവിൻ്റെ വയോധികനായ പിതാവിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കൊണ്ടുപോകട്ടെന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഹൃദയഭേദകമായൊരു നിലവിളിയാണ്. And so when this father is saying, this elderly father is saying, let anyone take it, what I hear is this cry. അദ്ദേഹം നിലവിളി, എൻ്റെ ദൈവമേ,
ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈ ലോകത്തിന് വേണ്ടി അർപ്പിച്ചു, എന്നാൽ എനിക്ക് ആർക്കെങ്കിലും, ഞാൻ കാണാത്ത കേൾക്കാത്ത ആർക്കെങ്കിലും കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ടത്? And his cry is this: all these years I've worked and accumulated and reached this point where now I am saying, and let anyone take it, why did I work all those years? ആ അവസാന നിമിഷത്തിൽ എൻ്റെ ആത്മാവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് മറുപടി നൽകത്തക്ക നിലയിൽ ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ നാം ആരും നിലവിളിക്കുവാനിടയാകരുത്. Let none of us cry at the end of our life, dear God, I'm at the end of my life, I would like to serve you more, I would like to be closer to you more. Let none of us cry like that. ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇഷ്ടം പോലെ അതിനുള്ളതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. There are many opportunities to minister in the church of God. ദൈവസഭയിലെ വിടവുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. There are many gaps in the church of God that you can fill. വേദനയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. You can comfort those who are going through pain. വീണവരെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുവാൻ You കഴിയും. can lift up those who have fallen. മനസ്സ് തകർന്നവരെ ബലപ്പെടുത്തുവാൻ നമുക്ക് You കഴിയും. can strengthen those who are broken. മരണനിഴലിൻ താഴ്വരയെ ഭയാനകമാക്കുന്നതായ ചില വസ്തുതകളുണ്ട്. There are situations that make the valley of the shadow of death very frightful. കുറ്റാക്കൂരിരുൾ, The darkness നട്ടുച്ച നേരത്തും ആരെയും ഭയപ്പെടുത്തുന്ന ശ്മശാനമൂകത, and just the desolation even at noonday. മൂകതയെ ഭേദിക്കുന്നത് പക്ഷികളുടെ കളകളാരവവും അതുപോലെ തന്നെ ദുഷ്ടമൃഗങ്ങളുടെ മുരൾച്ചയും മാത്രമാണ്. And then all you hear is the howls of the wild animals and the vultures that fly overhead. ആ താഴ്വരയുടെ ഇരുവശവും അഗാധമായ കൊക്കകളാണ്. And then the deep ravines on either side of that valley. ആ പൊന്തക്കാടുകളിൽ പതിയിരിക്കുന്നത് ദുഷ്ടമൃഗങ്ങളാണ്. And then there are wild ravenous animals hidden in those ravines. ഈ കൂരിരുൾ താഴ്വരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, Before you go into the valley of the shadow of darkness, ഇടയൻ, ആ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയൻ ഒരിക്കൽ പോലും എന്താണ് നാളെ സംഭവിക്കുവാൻ പോകുന്നത്, എന്താണ് അടുത്ത ചുവട് വയ്ക്കുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഒരിക്കലും പറയാറില്ല. and the shepherd is not going to say, what am I going to do tomorrow, before he takes his next step. ഈ താഴ്വരയ്ക്കപ്പുറം ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു വൻ പർവ്വതമുണ്ട്. And beyond this valley there is a high mountain. അതിന് മുകളിൽ സമ്പുഷ്ടമായ മേച്ചിൽപ്പുറങ്ങളുണ്ട്. And there are some green pastures on this mountain. അതിനു വേണ്ടിയാണ് ഈ ദുർഘടങ്ങളൊക്കെ കടക്കുന്നതെന്ന് ഈ ആടുകളോട് പറഞ്ഞാൽ, And if he tells his sheep, that's why I'm going through all this dark valley for those pastures, അവയ്ക്ക് അതെന്തൊരു ആശ്വാസമാകുമായിരുന്നു. what comfort it would bring to those sheep. അവ അനുസരണത്തോടെ പക്വതയോടെ ശാന്തമായി യാത്ര ചെയ്യുമായിരുന്നില്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കാം. Maybe you think that if he tells them that, the sheep would move a lot more quietly and easier. എന്തുകൊണ്ട് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന, അടുത്ത ചുവടിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ ആടുകളോട് നല്ല ഇടയൻ പറയുന്നില്ല? Why does the good shepherd not say what's going to happen in the future to his sheep? പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ, അതായത് മരണനിഴലിൻ താഴ്വരയ്ക്കപ്പുറം ശിരസ്സുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ സമ്പുഷ്ടമായ പുല്ലുണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാലും അതിന് തൊട്ടു മുൻപൊരു മരണനിഴലിൻ താഴ്വരയുണ്ടെന്ന് ആടുകളോട് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം അതിന് തയ്യാറാകുകയില്ല. Because if he tells them that there's green pastures on top of those high mountains, he will have to tell them before that there is a valley of the shadow of death. And if he says that to them, none of their sheep will follow him. പർവ്വത നിരകളിലെ ശ്രേഷ്ഠമായ സമ്പുഷ്ടമായ ഭോജനത്തിന് വേണ്ടി അത്രയും വലിയൊരു വില കൊടുക്കുവാൻ ഒരു ആടും തയ്യാറാകുകയില്ല. No lamb, no sheep will pay that price for food on top of the mountain. പ്രിയ ദൈവജനമേ, നമ്മളും ഈ ആടുകളെ പോലെയൊക്കെ തന്നെയാണ്. Dear children of God, we are like the sheep only. നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ട ചില മരണ താഴ്വരകൾ, ആ താഴ്വരകളെ കുറിച്ച് നേരത്തെ നമ്മോട് പറഞ്ഞാൽ, ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരു നല്ല പങ്കും വിശ്വാസ ജീവിതം വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടുമെന്ന് ഇടയന് നല്ലതുപോലെ അറിയാം.
Do you think that, many times in our situation, do you think that we would follow God if He told us beforehand that we had to walk through the valley of the shadow of death? അതുകൊണ്ടാണ് പലപ്പോഴും ചില പ്രതിസന്ധികളും അഗ്നിപരിശോധനകളും മരണനിഴൽ താഴ്വരകളെ കുറിച്ച് ഒന്നും നമ്മോട് ദൈവം പറയാത്തത്. That's why God does not tell us beforehand of trials by fire and the valley of the shadow of death before we go into it. തൻ്റെ ഓമന പുത്രനായിരുന്ന താൻ പണിതുയർത്തിയ സ്വപ്ന സാമ്രാജ്യത്തിലെ രാജകുമാരനായിരുന്നു യോസേഫ്. Joseph was the prince of Egypt. യോസേഫിന്റെ നിണമണിഞ്ഞ വിശിഷ്ടയങ്കി മാറോടണച്ചു പിടിച്ചുകൊണ്ട് വയോധികനായ പിതാവായ യാക്കോബ് ഏങ്ങി ഏങ്ങി കരഞ്ഞത് 1-2 വർഷമല്ല, ഏകദേശം നീണ്ട 22 വർഷമാണ് ആ വയോധികനായ പിതാവ് തൻ്റെ ഓമനപുത്രന്റെ നിണമണിഞ്ഞ വിശിഷ്ടയങ്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത്. But we see even as Joseph was prince of Egypt, his father was crying and holding that robe that he had made of many colors, thinking that his son had died. യോസേഫ് മിസ്രൈമിൽ ജീവിച്ചിരിക്കുന്നു. അവൻ വേഗം മിസ്രൈമിൽ രണ്ടാമനായി ഉയർത്തപ്പെടുമെന്ന് യഹോവയായ ദൈവം യാക്കോബിനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ വൃദ്ധന് ആ വാക്കുകൾ എത്ര ആശ്വാസമാകുമായിരുന്നു. Imagine God had told Jacob, your son is the second in command in Egypt. What comfort that would be. അന്ധനായ പിതാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠന്റെ അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കുകയും ജ്യേഷ്ഠ സഹോദരന്റെ ജ്യേഷ്ഠാവകാശം സൂത്രത്തിൽ സ്വന്തമാക്കുകയും ചെയ്ത ചതിയനായ യാക്കോബിനെ കരയിപ്പിക്കുവാനാണോ ദൈവം മനഃപൂർവ്വമായി ആ 22 വർഷങ്ങൾ ഒരുക്കിയത്? Was God silent to Jacob, who was the cheater who cheated his blind father? Was he trying to make him suffer? നാം ഓർക്കണം, യാബോക്ക് കടവിൽ വെച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിച്ചവനാണ് യാക്കോബ്. We see that Jacob is the man that reconciled with God at the brook of Jabbok. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച സകല പരാജയങ്ങളും ഏറ്റുപറഞ്ഞ് അത്യുന്നതനായ ദൈവത്തിന്റെ പാദങ്ങളിൽ ആ യാബോക്ക് കടവിൽ വെച്ച് നിലവിളിച്ചവനാണ്, ചങ്കുപൊട്ടി കരഞ്ഞവനാണ് യാക്കോബ്. He was the man that was broken and asked for forgiveness for all those years at the brook of Jabbok. ആ വൃദ്ധന്റെ കണ്ണുനീർ കണ്ടാസ്വദിക്കുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ക്രൂരനാണോ നമ്മുടെ ദൈവം? Is our God the cruel man to see the tears of Jacob? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ട് ആ രഹസ്യം നീണ്ട 22 വർഷങ്ങൾ യാക്കോബിൽ നിന്നും ദൈവം മറച്ചുപിടിച്ചു? But why did God hide the fact that Joseph was safe in Egypt from Jacob? തൻ്റെ എല്ലാ മക്കളിലും അധികമായി യാക്കോബ് യോസേഫിനെ സ്നേഹിച്ചു എന്ന് ദൈവവചനം പറയുന്നു. The word of God tells us that Jacob loved Joseph more than any of his sons. യോസേഫ് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം വിട്ട് തൻ്റെ പുത്രനെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ആ പിതാവ് വീട് വിട്ട് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. But you know that if Jacob had known that Joseph was alive in any corner of the world, Jacob would have left everything looking to bring his son back home. പക്ഷേ അത് നടന്നിരുന്നെങ്കിൽ, but if that happened, ആ ദൈവത്തിന്റെ ഹിതം ഒരിക്കലും നിറവേറുകയില്ലായിരുന്നു. then the will of God would not have happened. എന്തായിരുന്നു യാക്കോബിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ തിരുഹിതം? What was the will of God for Jacob? തൻ്റെ പ്രിയപുത്രനായ യോസേഫിനെ മിസ്രൈമിലെ രണ്ടാമനായി ഉയർത്തി യാബോക്ക് കടവിൽ വെച്ച് തൻ്റെ സകല തെറ്റുകളെയും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച യാക്കോബിനെ മാനിക്കുക എന്നുള്ളതായിരുന്നു ദൈവികമായ പദ്ധതി. And the purpose of God was to honor this man who reconciled with him at the brook of Jabbok. That's why he put his son Joseph second in command all these years in Egypt. ദൈവിക പദ്ധതിയുടെ രണ്ടാം ഭാഗം ക്ഷാമകാലത്ത് യാക്കോബിനും അവന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കണമെങ്കിൽ യോസേഫിനെ ആ നിലയിൽ ഉയർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. And the second purpose of God is during the time of famine, there needed to be a Joseph in Egypt so that those who were suffering famine in the land of Canaan, Jacob, his family and children could get food as well. ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവനും ഒരു സൂത്രശാലിയായി ജീവിച്ച യാക്കോബിനെ എന്തുകൊണ്ട് ദൈവം മാനിക്കണം? Why should God honor a man like Jacob who spent his early years cheating his family? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. There's a specific reason for that. യാക്കോബ് സൂത്രശാലിയായിരിക്കാം, ചതിയനായിരിക്കാം, വഞ്ചകനായിരിക്കാം, എന്നാൽ അതിനൊരു മറുവശമുണ്ട്. യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചവനാണ്. And then he may have been a cheater, but he is the one that knew God.
വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ തോൽപ്പിച്ച ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അതാണ് യാക്കോബ്. And we see that even though he was a cheater and he deceived his family, there's only one man that's recorded in the Bible that fought with God and won. ആ വസ്തുത ലോകത്തിലെ ഏതെങ്കിലും ജ്ഞാനിയോ ഉന്നതനോ അല്ല, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവം യാക്കോബിനോട് നേരിട്ട് പറഞ്ഞു, നീ ദൈവത്തെയും മനുഷ്യരെയും തോൽപ്പിച്ചത് കൊണ്ട്. And the great creator of the universe looked at Jacob and said, because you have defeated God and man. താൻ മല്ലുപിടിക്കുന്നതായ പുരുഷൻ അവൻ സാധാരണക്കാരനല്ല, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അത്യുന്നതനായ ദൈവമാണെന്ന് യാബോക്ക് കടവിൽ വെച്ച് യാക്കോബ് തിരിഞ്ഞറിഞ്ഞപ്പോൾ തൻ്റെ സകല പരാജയങ്ങളും ഏറ്റുപറഞ്ഞ് ആ കാൽക്കലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവനാണ് യാക്കോബ്. Jacob was the man that when he realized that he was wrestling with the creator of the universe, he fell down at his feet and cried out. സ്വയം താഴ്ത്തുന്നവനെ ചവിട്ടിക്കളയുന്നവനല്ല, സ്വയം താഴ്ത്തുന്നവനെ കൈപിടിച്ചുയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. Our God is not the one that rejects those who humble themselves, but he lifts them up. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. He raises the poor out of the dust and lifts the needy out of the ash heap. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. The Lord upholds all those who fall and raises up all those who are bowed down. യോസേഫിനെ മിസ്രയീമിലെ രണ്ടാമനായി ദൈവം ഉയർത്തിയതിന്റെ കാരണം, ആ നിലയിൽ യാക്കോബിനെ ദൈവം മാനിച്ചതിന്റെ കാരണം യാക്കോബ് അവന്റെ കാൽക്കൽ വീണത് കൊണ്ടാണ്. And because and the reason Joseph was honored, the reason Jacob was honored, because Jacob fell at his feet. പ്രിയ ദൈവജനമേ, നാം ഒക്കെയും വീഴാൻ സാധ്യതയുള്ളവരാണ്. Dear children of God, we are people that have the possibility of falling. നിങ്ങളുടെ മധ്യേ നിന്ന് വചനം ശുശ്രൂഷിക്കുന്ന ഞാനും വീഴാനുള്ള അനേക സാധ്യതകളുണ്ട്. And even me, as I speak to you from the word of God, there are many opportunities I could fall. ആത്മീയ ജീവിതത്തിൽ ഒരു അല്പം അലസതയുണ്ടായാൽ, if you are a little lazy in your spiritual walk, അല്ലെങ്കിൽ ഒരല്പം അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ മതി, പിശാച് ഒരുക്കുന്ന കെണിയിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വീഴും. If you are a little lazy or a little arrogant in your Christian walk, you will fall either today or tomorrow in the trap of the devil. നമ്മൾ ആരും അതിവിശുദ്ധന്മാരൊന്നുമല്ല, നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. And so none of us are any holy, but all our works are like stained clothing. എന്നാൽ ഈ പകൽക്കാലം ഒരു കാര്യം നാം ഓർക്കണം. But one thing we need to remember, ഞാൻ തളരുകയാണെന്ന് തോന്നുമ്പോൾ, when I feel that I am weak, കർത്താവേ എനിക്ക് ഇനിയും അധികം പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് കരയുമ്പോൾ, when you cry out that God, I cannot hang on anymore, ഏത് നിമിഷവും ഞാൻ വീണു പോകുമെന്ന് എൻ്റെ മനസ്സെന്നോട് മന്ത്രിക്കുമ്പോൾ, if my mind is telling me I'm going to fall any minute, ഞാനൊരു കാര്യം പറയട്ടെ, വീഴുകയാണെങ്കിൽ നീ ലോക മനുഷ്യന്റെ മുൻപിൽ വീഴരുത്, ആ നസ്രയനായ യേശുവിന്റെ അധികാര നാമമുള്ള കർത്താവിന്റെ കാൽക്കലേക്ക് തന്നെ വീഴണം. And if you're going to fall, let me tell you, don't fall at the feet of the world, but fall at the feet of Jesus. ആ വീഴ്ച എന്ന് പറയുന്നത് നിനക്ക് അപമാനമല്ല, ആ വീഴ്ച നിനക്ക് ഒരു അനുഗ്രഹമാണ്. Because that fall is not a fall of shame, it is a fall of blessing. കാരണം വീഴുന്നവനെ ചവിട്ടിക്കളയുന്നവനല്ല, വീഴുന്നവരെ താങ്ങുന്നവനും കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്നവനുമാണ് നമ്മുടെ ദൈവം. Because he is the one that does not reject those who fall, he upholds and brings up anyone who falls down. സമയപരിമിതി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. Let me end my words due to the time. ദൈവത്തിന്റെ പരിശുദ്ധമായ ഈ പകൽക്കാലം നമ്മോട് ഓരോരുത്തരോടും ഹൃദ്യമായി ഇടപെടുകയാണ്. The Holy Spirit has been speaking to us all this morning. മരണത്താഴ്വരയായിരിക്കാം, മരണനിഴലിൻ താഴ്വരയായിരിക്കാം, ഇടയനോടുള്ള അനുസരണത്തിൽ ഞാൻ ഈ പകൽക്കാലമായിരിക്കുന്നു എന്ന് നാം ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിനും ഒരു നിമിഷമൊന്ന് സ്വയം പരിശോധിക്കുന്നത്. Let us analyze our life, whether it's the valley of the shadow of death or the valley of death. Are we walking in obedience with the shepherd? കർത്താവേ, ഞാൻ തളർന്നിരിക്കുകയാണ്, ഞാൻ ഏത് സമയത്ത് വീഴും, ഞാൻ തകർന്നിരിക്കുകയാണ്, എനിക്ക് അധികം ചുവട് മുൻപോട്ട് വയ്ക്കാൻ കഴിയുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കാൽക്കലേക്ക് വീഴുക, അവിടെ വിടുതലിന്റെ കരങ്ങൾ നിന്നെ ഉയർത്തും. If you are thinking that you're going to fall any minute and you cannot go any further, fall to the feet of Jesus and he will hold on to you. Amen and praise God. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words.